Okay, the last class we discussed about connected and disconnected graph, right? So what do you mean by connected graph? മറന്നുപോയോ? A graph is connected if there exists at least one path between every pair of vertices. Okay, so ഒരു ഗ്രാഫ് കണക്റ്റഡ് ആണെങ്കിൽ അതിൽ ഏത് രണ്ട് പെയർ ഓഫ് വെർട്ടീസസ് എടുത്താലും അതിനെ കണക്ട് ചെയ്തിട്ട് എന്താണ് അറ്റ്ലീസ്റ്റ് വൺ പാത്ത് ഉണ്ടായിരിക്കും. Otherwise, that graph is disconnected. Okay, so the disconnected graph consists of two or more connected components. കുറെ components ഉണ്ടാവും. Then components itself a graph, a connected graph. So a graph is connected if there is at least one path between every pair of vertices. Okay, so this graph, ഈ ജി എന്ന് പറയുന്ന ഗ്രാഫ് എന്താ കണക്റ്റഡ് ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ ഏത് രണ്ട് പെയർ ഓഫ് വെർട്ടീസസ് എടുത്താലും അതിനെ കണക്ട് ചെയ്തിട്ടുണ്ട് പാത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, ആൻഡ് ദിസ് ഗ്രാഫ് എന്താണ് ഡിസ്കണക്റ്റഡ് ആണ്. കാരണം ഞാനിവിടെ ഒരു V5 ആൻഡ് V1 ഈ രണ്ട് വേർട്ടീസസ് എടുത്തു. ഇതിന് തമ്മിൽ കണക്ട് ചെയ്തിട്ട് എന്താണ് പാത്ത് ഇല്ല. സോ ഇതെന്താണ് ഡിസ്കണക്റ്റഡ് ഗ്രാഫ്. ഡിസ്കണക്റ്റഡ് ഗ്രാഫ്. ഇവിടെ എത്ര കമ്പോണൻസ് ഉണ്ട്? 3 കമ്പോണൻസ് ഉണ്ട്. C1, C2 ആൻഡ് C3. ഓക്കെ, ആൻഡ് ഈ ഓരോ കമ്പോണൻസ് എന്തായിരിക്കും? ഒരു കണക്റ്റഡ് ഗ്രാഫ് ആയിരിക്കും. ഇപ്പൊ C1 നോക്കിയേ, ഇതൊരു കണക്റ്റഡ് ഗ്രാഫ് ആണ്. ആൻഡ് C2 ഓൾസോ എ കണക്റ്റഡ് ഗ്രാഫ് ആൻഡ് C3 ഓൾസോ എ കണക്റ്റഡ് ഗ്രാഫ്. Okay, this is a disconnected graph with 3 components. Okay, then ഒരു കണക്റ്റഡ് ഗ്രാഫിന്റെ കേസിൽ കമ്പോണൻസ് എത്രയായിരിക്കും? എത്രയായിരിക്കും ഒരു കണക്റ്റഡ് ഗ്രാഫിന്റെ കേസിൽ കമ്പോണൻസ്? സീറോ ആയിരിക്കില്ലേ? ഹലോ, ഓക്കെ, ഇപ്പൊ കണക്റ്റഡ് ഗ്രാഫിന്റെ കേസിൽ കമ്പോണൻസ് സീറോ ആയിരിക്കും. And next, a theorem for you, and theorem says that a simple graph with n vertices and k components can have at most n minus k into n minus k plus 1 by 2 edges. എന്താ തിയറം പറയുന്നത്? ഒരു സിമ്പിൾ ഗ്രാഫിൽ n vertices and k components ഉണ്ടെങ്കിൽ അതിൽ എത്ര മാക്സിമം എത്ര എഡ്ജസ് ഉണ്ടാവും? n minus k into n minus k plus 1 by 2 edges. Okay, so we already know that a graph with n vertices, the maximum number of edges is എത്രയാണ്? n into n minus 1 by 2.
അല്ലേ? ഇതൊരു കണക്റ്റഡ് ഗ്രാഫിന്റെ കേസിലാണ് നമ്മൾ പറയുന്നത്. ഇവിടെ എന്താ പറയുന്നത്? എ ഗ്രാഫ് വിത്ത് n വെർട്ടീസസ് ആൻഡ് k കമ്പോണൻസ്. ഓക്കെ, ഒരു കണക്റ്റഡ് ഗ്രാഫിന്റെ കേസിൽ കെയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. നമ്മൾ ഈ ഇക്വേഷൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. n മൈനസ് 0 ഇൻറ്റു n minus 0 plus 1 divided by 2. That means n into n minus 1 by 2. Okay, ഈ രണ്ട് ഇക്വേഷൻ സെയിം അല്ലേ? കെയുടെ വാല്യൂ 0 ആണെങ്കിൽ ദ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് എന്താണ്? n into n minus 1 by 2. സോ ഇവിടെ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഒരു ഗ്രാഫിൽ n വെർട്ടീസസ് ഉണ്ട്. ദ k കമ്പോണൻസ് can have at most n minus k into n minus k plus 1 by 2 edges. Very very important. ഇനി എങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. എനിക്കറിയാം ഒരു ഗ്രാഫിൽ k കമ്പോണൻസ് ഉണ്ട്. ഞാൻ പറയുന്ന ഓരോ കമ്പോണൻസിന്റെയും ദ മാക്സിമം നമ്പർ ഓഫ് വെർട്ടീസസ്, ഫസ്റ്റ് കമ്പോണൻസിന്റെ മാക്സിമം നമ്പർ ഓഫ് വെർട്ടീസസ് n1 അസ്യൂം ചെയ്യാണ്, ആൻഡ് സെക്കൻഡ് n2, and kth കമ്പോണൻസിന്റെ മാക്സിമം നമ്പർ ഓഫ് വെർട്ടീസസ് nk. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് വെർട്ടീസസ് എങ്ങനെയായിരിക്കും? n1 പ്ലസ് n2 പ്ലസ് n3 പ്ലസ് nk ഈക്വൽ ടു n. Then next you have to by heart this algebraic inequality. ജസ്റ്റ് ഈ ഒരു ആൾജിബ്രായിക് ഇൻഇക്വാലിറ്റി നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക. നമ്മളെ തിയറത്തിന്റെ പ്രൂഫ് ഈ ഒരു ഇക്വേഷനെ ബേസ് ചെയ്തിട്ടായിരുന്നു പ്രൂവ് ചെയ്യുന്നത്. എന്താ ഇൻഇക്വാലിറ്റി? സിഗ്മ i equal to 1 to k ni square less than or equal to n square minus k minus 1 into 2n minus k. നിങ്ങൾ ജസ്റ്റ് ഇത് ബൈ ഹാർട്ട് ചെയ്യാം. നെക്സ്റ്റ് നിങ്ങൾ പറയേണ്ടത് ഗ്രാഫിൽ k കമ്പോണൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കമ്പോണൻസിന്റെ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് എത്രയായിരിക്കും? എത്രയായിരിക്കും? ഒരു ഗ്രാഫിൽ n വെർട്ടീസസ് ഉണ്ട്. ദ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് എത്രയായിരിക്കും? n into n minus 1 by 2. അപ്പൊ ഞാൻ പറയുന്ന ഫസ്റ്റ് കമ്പോണൻസിന്റെ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് എത്രയായിരിക്കും? അപ്പൊ ഫസ്റ്റ് കമ്പോണൻസിൽ ദ മാക്സിമം നമ്പർ ഓഫ് വെർട്ടീസസ് എത്രയാണ്? n1 ആണ് അല്ലേ? ഫസ്റ്റ് കമ്പോണൻസിന്റെ നമ്പർ ഓഫ് വെർട്ടീസസ് n1 ആണ്. സോ ദ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് എത്രയായിരിക്കും? n1 into n1 minus ഇതായിരിക്കില്ലേ? n1 into n1 minus 1 by 2. k കമ്പോണൻസ് അതിലെ നമ്പർ ഓഫ് വെർട്ടീസസ് n1 ആണ്. സോ ദ മാക്സിമം എഡ്ജസ് പോസിബിൾ ഇസ് n1 into n1 minus 1 by 2. അതാണ് ഫസ്റ്റ് കമ്പോണൻസിന്റെ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ്. ദെൻ അതുപോലെ സെക്കൻഡ് കമ്പോണൻസിന്റെ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് എന്തായിരിക്കും? n2 into n2 minus 1 by 2. കാരണം സെക്കൻഡ് കമ്പോണന്റിലെ നമ്പർ ഓഫ് വെർട്ടീസസ് n2. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ kth കമ്പോണൻസിന്റെ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് എന്തായിരിക്കും? kth കമ്പോണൻസിന്റെ നമ്പർ ഓഫ് വെർട്ടീസസ് nk. സോ ദ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് എത്രയായിരിക്കും? Please respond. nk into nk minus 1 by 2. Okay, nk into nk minus 1 by 2. നമ്മൾ ഓരോ കമ്പോണൻസിന്റെയും മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് കാൽക്കുലേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ ഗ്രാഫിലെ ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് എത്രയായിരിക്കും? എല്ലാ കമ്പോണൻസിന്റെയും മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് ആഡ് ചെയ്തതായിരിക്കും അല്ലേ? അപ്പോൾ ഈ മാക്സ് ഈക്വൽ ടു n1 into n1 minus 1 by 2 plus
n2 into n2 minus 1 by 2 plus up to nk into nk minus 1 by 2. ആണ് maximum number of edges possible in G. Now, ഈ ഒരു ടേമിനെ നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്യാം? ഈ ഒരു വാല്യൂ റീറൈറ്റ് ചെയ്തൂടെ 1 by 2 into സിഗ്മ I equal to 1 to k ni into ni minus 1. ഐയുടെ വാല്യൂ 1 to k. നിങ്ങൾക്ക് സമ്മേഷൻ എന്ന് പറഞ്ഞ ടേം എങ്ങനെ എഴുതേണ്ടതെന്ന് അറിയില്ലേ? ഓക്കെ, ഈ ഒരു ഫോമിൽ നമുക്ക് എന്താണ് റീറൈറ്റ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് എന്താ, ഈ ni-നെ ഞാൻ എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യാണ്. എങ്ങനെ ഇക്വേഷൻ കിട്ടും? 1 by 2 into സിഗ്മ I equal to 1 to k ni square minus ni. ഓക്കെ, നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യും, ഈ സമ്മേഷൻ രണ്ട് ടേമിലും അപ്ലൈ ചെയ്യാണ്. അപ്പൊ എങ്ങനെ കിട്ടും? 1 by 2 into സിഗ്മ I equal to 1 to k ni square minus 1 by 2 into സിഗ്മ I equal to 1 to k ni. ഓക്കെ, ദെൻ ഈ ഒരു ടേം എന്തായിരിക്കും? ഇവിടെ നോക്കിയേ, സിഗ്മ I equal to 1 to k ni. ഇതെന്തായിരിക്കും? എല്ലാ കമ്പോണൻസിൻ്റെയും വേർട്ടീസസ് ആഡ് ചെയ്യുന്നതാണിത്, ഈ ഒരു ഇക്വേഷൻ. നിങ്ങൾക്കറിയാം ഗ്രാഫിലെ ടോട്ടൽ നമ്പർ ഓഫ് വേർട്ടീസസ് എത്രയാണ്? n അല്ലേ? ഈ ഒരു ടേം n1 പ്ലസ് n2 പ്ലസ് n3 പ്ലസ് അപ് ടു nk ഈക്വൽ ടു n. എനിക്ക് ഈ ഒരു ടേം എന്ത് എഴുതാം? 1 by 2 into n. അതാണ് n by 2. ഇനി ഈ ഒരു ടേം നോക്കിയേ, സിഗ്മ I equal to 1 to k ni സ്ക്വയർ. ഇതിനെങ്ങനെ റീറൈറ്റ് ചെയ്യാം? ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒരു അൾജിബ്രായിക് ഇൻഇക്വാലിറ്റിന്റെ ബേസിലാണ് ഈ തിയറം പ്രൂവ് ചെയ്യുന്നത്. സോ നോക്കിയേ, സിഗ്മ I equal to 1 to k ni സ്ക്വയർ less than or equal to n square minus k minus 1 into 2n minus k. ഓക്കെ, അപ്പൊ ഈ ഒരു ടേമിന്റെ വാല്യൂ ഞാൻ എന്ത് ചെയ്യുന്നു, അവിടെ റീറൈറ്റ് ചെയ്യാണ്. അപ്പൊ എന്ത് കിട്ടി? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 by 2 into n square minus k minus 1 into 2n minus k. ഇത്രയും ഓക്കെ ആണോ? എല്ലാരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അനുപമ, അനൂജ, അഞ്ജിത, അരുന്ധത്, സെവിൻ. ഇനി എന്ത് ചെയ്യുന്നു, ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷനെ സിംപ്ലിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, k minus 1 into 2n minus k ഇൻറ്റു ചെയ്യാണ്. അപ്പൊ എന്ത് കിട്ടും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 by 2 n സ്ക്വയർ മൈനസ് 2nk മൈനസ് k സ്ക്വയർ മൈനസ് 2n plus k then minus 1 by 2. ഇനി ഇതിലൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? n മൈനസ് കെ സ്ക്വയർ മൈനസ് കെ മൈനസ് 1. നമുക്ക് പെട്ടെന്ന് ഇതിനെ റീഅറേഞ്ച് ചെയ്തേ, ഈ ഒരു ടേമിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യും. റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ടേം കിട്ടും, n മൈനസ് കെ സ്ക്വയർ മൈനസ് കെ മൈനസ് 1. സോ ഈ ഒരു ടേമിൽ എന്താണ്, n മൈനസ് കെ നമ്മൾ പുറത്തെടുക്കുകയാണ്. കോമൺ ആയി എടുക്കുമ്പോൾ n മൈനസ് കെ ഇൻറ്റു ഇവിടെ എന്ത് ഉണ്ടാവും, ബാലൻസ് n മൈനസ് കെ പ്ലസ് 1 ഇവിടെ കിട്ടും. ഓക്കെ,
അപ്പം എന്ത് കിട്ടി? n മൈനസ് കെ ഇൻറ്റു n മൈനസ് കെ പ്ലസ് 1/2. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? ഒരു ഗ്രാഫിൽ n വെർട്ടീസസ് ആൻഡ് k കമ്പോണൻസ് ഉണ്ടെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് എത്രയായിരിക്കും? n മൈനസ് കെ ഇൻറ്റു n മൈനസ് കെ പ്ലസ് 1/2. ഓക്കെ ആണോ ഈ തിയറം ആൻഡ് പ്രൂഫ്? ഓക്കെ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ രണ്ട് തിയറം അറിയാം. ഒരു ഗ്രാഫിൽ n വെർട്ടീസസ് ഉണ്ടെങ്കിൽ ദ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് എത്രയായിരിക്കും? n ഇൻറ്റു n മൈനസ് 1/2. ഓക്കെ. ദെൻ ഒരു ഗ്രാഫിൽ n വെർട്ടീസസ് ആൻഡ് k കമ്പോണൻസ്, ദ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് എന്തായിരിക്കും? n മൈനസ് k ഇൻറ്റു n മൈനസ് k പ്ലസ് 1/2. ഓക്കെ അല്ലേ? റെസ്പോണ്ട് ചെയ്ത് എല്ലാവരും. നെക്സ്റ്റ് വേറൊരു തിയറാണ്. Okay, the theorem says that a graph G is disconnected if and only if its vertex set V can be partitioned into two non-empty disjoint subset V1 and V2 such that there exists no edge in G whose one end vertex lies in subset V1 and the other in V2. A graph G is disconnected if and only if its vertex set V can be partitioned into two non-empty disjoint subset V1 and V2 such that there exists no edge in G whose one end vertex lies in subset V1 and the other in V2. തിയറം മനസ്സിലായോ? തിയറം പറയുന്നത് ഒരു ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആണെങ്കിൽ അതിന്റെ വേർട്ടെക്സിനെ രണ്ട് സെറ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, V1 ആൻഡ് V2. സോ ഈ ഒരു സെറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ V1 എന്ന ഒരു വേർട്ടെക്സ്, V1 ഏതൊരു വേർട്ടെക്സ് എടുത്താലും V2 ഏത് വേർട്ടെക്സ് എടുത്താലും അതിനെ കണക്ട് ചെയ്തിട്ട് എഡ്ജസ് ഉണ്ടാവില്ല. ആ ഒരു രീതിയിലായിരിക്കും വേർട്ടെക്സിനെ ഡിവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ ആണോ? അതായത് ഇതൊരു ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആണ്. ഓക്കെ, ഇവിടെ എന്തൊക്കെ വേർട്ടെക്സ് ഉണ്ട്? എ, ബി, സി, ഡി, ഇ, എഫ്. എനിക്ക് ഈ വേർട്ടെക്സിനെ രണ്ട് സെറ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് V1, ഇവിടെ വേർട്ടെക്സ് എ, ബി, സി, ഡി, ആൻഡ് നെക്സ്റ്റ് സെറ്റ് V2, അവിടുത്തെ വേർട്ടെക്സ് ഇ, എഫ്. ഓക്കെ, ഈ V1 ഏതൊരു വേർട്ടെക്സിനും V2 ഏതൊരു വേർട്ടെക്സിലേക്കും കണക്ട് ചെയ്തിട്ട് എഡ്ജ് ഉണ്ടോ? ഇല്ല. ഇതാണ് നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഒരു ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആണെങ്കിൽ അങ്ങനെ വേർട്ടെക്സിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ദെൻ ഇവിടെ നിങ്ങൾക്ക് ഒരു ടേം കാണാം, ഇഫ് ആൻഡ് ഓൺലി ഇഫ്. അതായത് ഇങ്ങനെ ഒരു ടേം വന്നാൽ നിങ്ങൾ രണ്ട് പാർട്ട് പ്രൂവ് ചെയ്യണം. അതായത് ഒരു ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആണെങ്കിൽ അങ്ങനെ വേർട്ടെക്സിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പ്രൂവ് ചെയ്യുക. ദെൻ ഒരു ഗ്രാഫിൽ വേർട്ടെക്സിനെ രണ്ട് സെറ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അതായത് ഒരു സെറ്റിലെ വേർട്ടെക്സിന് അടുത്ത സെറ്റിലെ വേർട്ടെക്സിലേക്ക് എഡ്ജ് ഇല്ലാത്ത രീതിയിൽ വേർട്ടെക്സിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഗ്രാഫ് എന്തായിരിക്കും? ഡിസ്കണക്റ്റഡ് ആയിരിക്കും. രണ്ട് പാർട്ടും നിങ്ങൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, തിയർ എല്ലാവർക്കും ഓക്കെ ആണോ? ഒന്ന് റിപ്ലൈ ചെയ്തേ. ഓക്കെ. ഇനി
പ്രൂഫ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ അസ്യൂം ചെയ്യുന്നത് എനിക്ക് ജി എന്ന് പറയുന്ന ഒരു ഗ്രാഫിന് വേർട്ടെക്സിനെ 2 സെറ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓൾറെഡി അങ്ങനെ ഒരു ഡിവിഷൻ ഉണ്ട്. ദെൻ എനിക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ജി ഈസ് ഡിസ്കണക്റ്റഡ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഞാൻ പറയുന്നു സപ്പോസ് അങ്ങനെ ഒരു പാർട്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഐ വാണ്ട് ടു പ്രൂവ് ദാറ്റ് ജി ഈസ് ഡിസ്കണക്റ്റഡ്. ഓക്കെ, സോ എങ്ങനെ പ്രൂവ് ചെയ്യുന്ന വെച്ചാൽ ഞാൻ ഫസ്റ്റ് 2 വേർട്ടെക്സ് ചൂസ് ചെയ്യും. ഒരു ആർബിട്രറി വേർട്ടെക്സ് എ ആൻഡ് ബി ചൂസ് ചെയ്യും. ദെൻ ഞാൻ അസ്യൂം ചെയ്യാണ് എ ബിലോങ്സ് ടു V1, ബി ബിലോങ്സ് ടു V2. ഓക്കെ, ദെൻ എ ആൻഡ് ബിനെ കണക്ട് ചെയ്ത് പാത്ത് ഉണ്ടാവുമോ? ഒന്ന് തിങ്ക് ചെയ്തേ. 2 ആർബിട്രറി വേർട്ടിസസ് ചൂസ് ചെയ്തു, എ ആൻഡ് ബി, ആൻഡ് എ ബിലോങ്സ് ടു V1 ആൻഡ് ബി ബിലോങ്സ് ടു V2. ദെൻ എ ആൻഡ് ബിനെ കണക്ട് ചെയ്ത് പാത്ത് ഉണ്ടാവുമോ? ഇല്ല. കാരണം എന്താണ്? V1 ഏത് വേർട്ടെക്സിനും V2 ഏത് വേർട്ടെക്സിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്, പാത്ത് എഡ്ജ് ഇല്ല. സോ നോ പാത്ത് ക്യാൻ എക്സിസ്റ്റ് ബിറ്റ്വീൻ എ ആൻഡ് ബി. അപ്പൊ 2 വേർട്ടിസസ് തമ്മിൽ പാത്ത് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ ഗ്രാഫ് എന്തായിരിക്കും? ഡിസ്കണക്റ്റഡ് ആയിരിക്കില്ലേ? ആയില്ലേ? നമ്മള് പ്രൂഫായി. ഓക്കെ ആണോ? ഫസ്റ്റ് പാർട്ട് ഓക്കെ ആണോ? അതായത് ഫസ്റ്റ് ഞാൻ അസ്യൂം ചെയ്യാണ് ഒരു ഗ്രാഫില് വേർട്ടെക്സിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, V1 ആൻഡ് V2. എങ്ങനെയാണ്? V1 ഒരു വേർട്ടെക്സിനും V2 ഒരു വേർട്ടെക്സിലേക്കും കണക്ട് ചെയ്തിട്ട് എഡ്ജ് ഇല്ല. ഇനി എനിക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ആ ഗിവൺ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? 2 ആർബിട്രറി വേർട്ടിസസ് ചൂസ് ചെയ്യാണ്, എ ആൻഡ് ബി. ദെൻ എ ബിലോങ്സ് ടു ഫസ്റ്റ് സെറ്റ് ആൻഡ് ബി ബിലോങ്സ് ടു സെക്കൻഡ് സെറ്റ്. ഇനി ഞാൻ പറയുന്നു എ ആൻഡ് ബിനെ കണക്ട് ചെയ്തിട്ട് ഒരു പാത്ത് ഇല്ല. കാരണം എന്താ? V1 ഒരു വേർട്ടെക്സിനും V2 ഒരു വേർട്ടെക്സിലേക്കും കണക്ട് ചെയ്തിട്ട് എഡ്ജ് ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം? എ ആൻഡ് ബി നോട്ട് കണക്റ്റഡ് ബൈ എ പാത്ത്. ഒരു ഗ്രാഫിൽ 2 വേർട്ടിസസ് കണക്ട് ചെയ്തിട്ട് പാത്ത് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ ഗ്രാഫ് എന്തായിരിക്കും? ഡിസ്കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, എക്സാമ്പിൾ വെച്ച് പറയണോ? ഈ ഒരു പാർട്ട് ഓക്കെ ആണോ? ഒന്ന് റിപ്ലൈ ചെയ്തേ. ഓക്കെ. ഇനി സെക്കൻഡ് പാർട്ട് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു പാർട്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് ഞാൻ അസ്യൂം ചെയ്യാണ് GB ഡിസ്കണക്റ്റഡ് ഗ്രാഫ്. എന്ത് പ്രൂവ് ചെയ്യാം? ജിയിലെ വേർട്ടെക്സിനെ 2 സെറ്റായിട്ട് ഡിവൈഡ് ചെയ്യാം, V1 ആൻഡ് V2. ദെൻ V1 ഒരു വേർട്ടെക്സിനും V2 ഒരു വേർട്ടെക്സിലേക്കും കണക്ട് ചെയ്തിട്ട് എഡ്ജ് ഇല്ല. ആ രീതിയിൽ പാർട്ടീഷൻ ചെയ്യാൻ പറ്റുമെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ജിയിലെ ഒരു വേർട്ടെക്സ്, ഒരു ആർബിട്രറി വേർട്ടെക്സ് ചൂസ് ചെയ്യാണ്, എ. ഡിസ്കണക്റ്റഡ് ആണ്, അപ്പൊ കണക്റ്റഡ് കമ്പോണൻസ് ഉണ്ടാവും. നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്? എ എന്ന് പറയുന്ന വേർട്ടെക്സിന് പാത്ത് ത്രൂ അഡ്ജസന്റ് ആയ എല്ലാ വേർട്ടെക്സിന്റെയും ഒരു സെറ്റ് ഫോം ചെയ്യാണ്. അതായത് ഫസ്റ്റ് ഒരു ആർബിട്രറി വേർട്ടെക്സ് എ ചൂസ് ചെയ്തു. ഇനി എന്ന് പാത്ത് ത്രൂ കണക്റ്റഡ് ആയ എല്ലാ വേർട്ടിസസിന്റെയും ഒരു സെറ്റ് ചൂസ് ചെയ്യാണ്. അതായത് എ, ബി, സി, ഡി. ഇതിനെന്താണ്? ഒരു സെറ്റ് V1 എന്ന് പറഞ്ഞ സെറ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? അസീം ചെയ്യാണ്. എനിക്കറിയാം ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആയതുകൊണ്ട് ഈ V1 എന്ന് പറഞ്ഞ സെറ്റിൽ എല്ലാ വേർട്ടീസസും ഉണ്ടാകില്ല. ദെൻ റിമൈനിങ് വേർട്ടീസസ് ഞാൻ എന്ത് ചെയ്യുന്നു? വേറൊരു സെറ്റ് ആയിട്ട് അസ്യൂം ചെയ്യാണ്, സേ V2. 2 സെറ്റ് കിട്ടിയില്ലേ? V1 ആൻഡ് V2. നോക്കിയേ, V1 ആൻഡ് V2 വേർട്ടീസസ് തമ്മിൽ കണക്ട് ചെയ്ത് എഡ്ജസ് ഉണ്ടോ?
ഇല്ല. അപ്പം എന്താണ്, എനിക്ക് എന്ത് പറയാം, അങ്ങനെ ഒരു പാർട്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പാർട്ടീഷൻ എക്സിസ്റ്റ്. Is it clear? Miss. Ashwin, Fasna, Fatimat, Hridul, please respond. ഓക്കെ, ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് ഈ ഒരു ടേം ആണ്, ഈഫ് ആൻഡ് ഓൺലി ഈഫ്. ഒരു തിയറത്തിൽ ഈഫ് ആൻഡ് ഓൺലി ഈഫ് എന്ന് പറഞ്ഞ ടേം വന്നാൽ നിങ്ങൾ രണ്ട് പാർട്ടും പ്രൂവ് ചെയ്യണം. Then next theorem, the theorem says that if a graph connected or disconnected has exactly two vertices of odd degree, then there must be a path joining these two vertices. A graph connected or disconnected has exactly two vertices of odd degree, then there must be a path joining these two vertices. The theorem പറയുന്നത് ഒരു ഗ്രാഫ് കണക്റ്റഡ് ഓർ ഡിസ്കണക്റ്റഡ്, അതിൽ എക്സാക്ട്ലി രണ്ട് വേർട്ടീസസിന്റെ ഡിഗ്രി ഓഡ് ആണെങ്കിൽ അതിനെ കണക്ട് ചെയ്തിട്ട് എന്തായിരിക്കും, പാത്ത് ഉണ്ടായിരിക്കും. ഇവിടെ നോക്കിയേ, ഈ ഗിവൺ ഗ്രാഫില് the degree of A equal to 3 and degree of C equal to 3. ഈ രണ്ട് വേർട്ടെക്സിന്റെ ഡിഗ്രി എന്താ, ഓഡ് ആണ്. സോ ഈ വേർട്ടെക്സിനെ കണക്ട് ചെയ്തിട്ട് എന്താണ്, ഒരു പാത്ത് ഉണ്ട്. ഓക്കെ, ഇതാണ് നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, തിയറത്തിൽ പറയുന്നുണ്ട് കണക്റ്റഡ് ഓർ ഡിസ്കണക്റ്റഡ്. ഒരു കണക്റ്റഡ് ഗ്രാഫിന്റെ കേസ് നിങ്ങൾ എങ്ങനെ പ്രൂവ് ചെയ്യും ഈ ഒരു തിയറം? സപ്പോസ് ദ ഗ്രാഫ് ഈസ് കണക്റ്റഡ്, എങ്ങനെ പ്രൂവ് ചെയ്യും? ഒരു ഗ്രാഫ് കണക്റ്റഡ് ആവണമെങ്കിൽ എന്താ കണ്ടീഷൻ എന്താണ്? അതിലെല്ലാ വേർട്ടീസസിനെയും കണക്ട് ചെയ്തിട്ട് എന്തുണ്ടാവും, പാത്ത് ഉണ്ടാവും. നിങ്ങൾക്ക് പറഞ്ഞൂടെ, ഇവിടെ രണ്ട് വേർട്ടെക്സിന്റെ ഡിഗ്രി ഓഡ് ആണെങ്കിൽ കൂടി എന്താണ്, അതിനെ കണക്ട് ചെയ്തിട്ട് എന്തായിരിക്കും, പാത്ത് ഉണ്ടായിരിക്കും. ആ കണക്റ്റഡ് ഗ്രാഫിന്റെ ഡെഫിനിഷൻ തന്നെ ഉണ്ട്. എന്താ ഒരു കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നത്? there exists at least one path between every pair of vertices. ഓക്കെ, ആ വേർട്ടെക്സിന്റെ ഡിഗ്രി ഓഡ് ഓർ ഈവൻ, എല്ലാ വേർട്ടെക്സിനെയും കണക്ട് ചെയ്തിട്ട് എന്താണ്, പാത്ത് ഉണ്ടായിരിക്കും. അപ്പൊ കണക്റ്റഡ് ഗ്രാഫിന്റെ കേസിൽ തിയറം എന്താണ്, വാലിഡ് ആണ്. അത് ഓൾറെഡി നമുക്ക് പ്രൂവ് ചെയ്യാം. കണക്റ്റഡ് ഗ്രാഫിന്റെ ഡെഫിനിഷൻ തന്നെ അവിടെ എഴുതിയാൽ മതി നിങ്ങൾ. ഇനി എന്താണ് ഡിസ്കണക്റ്റഡ് ഗ്രാഫിന്റെ കേസിൽ എങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടതെന്ന്? സപ്പോസ് G is disconnected. ഓക്കെ, ഇനി ഞാൻ പറയുന്നു n വേർട്ടീസസ് ഉണ്ട്, അതിൽ രണ്ട് വേർട്ടെക്സിന്റെ ഡിഗ്രി ഓഡ് ആണ്. ഓക്കെ, G is disconnected consist of n vertices and രണ്ട് വേർട്ടെക്സിന്റെ ഡിഗ്രി ഓഡ് ആണ്. ഇനി എനിക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഈ V1 ആൻഡ് V2നെ കണക്ട് ചെയ്തിട്ട് എന്തുണ്ടായിരിക്കണം, പാത്ത് ഉണ്ടായിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ഇപ്പൊ ഡിസ്കണക്റ്റഡ് ആയതുകൊണ്ട് കുറെ കമ്പോണൻസ് ഉണ്ടാവും, റൈറ്റ്? നെക്സ്റ്റ് നിങ്ങൾക്ക് ഒരു തിയറം അറിയാം, ഒരു ഗ്രാഫിൽ ഓ ഡിഗ്രി വേർട്ടീസസിന്റെ കൗണ്ട് എപ്പോഴും എന്തായിരിക്കും, ഓ ഡിഗ്രി വേർട്ടീസസിന്റെ കൗണ്ട് എപ്പോഴും എന്തായിരിക്കും, Even. ഓൾവേസ് ഈവൻ ആയിരിക്കും. ഓക്കെ, എപ്പോഴും ഈവൻ ആയിരിക്കും. അപ്പൊ എനിക്ക് എന്ത് പറയാം, ഈ രണ്ട് വേർട്ടെക്സും സെയിം കമ്പോണന്റ് ആയിരിക്കുമോ അതോ ഡിഫറെന്റ് കമ്പോണന്റ് ആയിരിക്കുമോ? സപ്പോസ്
V1 എന്ന് പറയുന്നത് C1 എന്ന് പറഞ്ഞ കമ്പോണന്റിൽ ആൻഡ് V2 C2 എന്ന് പറയുന്ന കമ്പോണന്റിൽ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഓരോ കമ്പോണന്റ് എന്തായിരിക്കും, ഒരു കണക്റ്റഡ് ഗ്രാഫ് ആയിരിക്കും. അപ്പൊ നമുക്കറിയാം ബൈ ദിസ് തിയറം ഇവിടെ എന്താണ്, O ഡിഗ്രി നമ്പർ ഓഫ് വേർട്ടിസസ് എത്രയാണ്, 1 ആണ്. ബട്ട് ഈവൻ വേണ്ടേ? അപ്പൊ എന്താ, ഈ രണ്ട് വേർട്ടെക്സ് എന്തായിരിക്കും, സെയിം കമ്പോണന്റിലായിരിക്കും. ഒരിക്കലും V1 ഒരു കമ്പോണന്റിലും V2 വേറൊരു കമ്പോണന്റിലും ആയിരിക്കില്ല. കാരണം എന്താണ്, നമുക്കൊരു തിയറം ഉണ്ട്, ഒരു ഗ്രാഫിൽ O ഡിഗ്രി വേർട്ടീസസിന്റെ കൗണ്ട് എപ്പോഴും എന്തായിരിക്കും, ഈവൺ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഈ രണ്ട് O ഡിഗ്രി വേർട്ടീസസും എന്തായിരിക്കും, സെയിം കമ്പോണന്റിലായിരിക്കും. ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത് എന്താ, കണക്റ്റഡ് ആയിരിക്കും. അതിന്റെ മീനിങ് എന്താ, ആ രണ്ട് വേർട്ടീസസിനെയും കണക്ട് ചെയ്ത് എന്തായിരിക്കും, പാത്ത് ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? എനിക്കറിയാം കുറച്ച് കൺഫ്യൂഷൻ ആയിരിക്കും നിങ്ങൾക്ക്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കുക, ദെൻ ഒരു എക്സാമ്പിൾ വെച്ച് ചെയ്ത് നോക്കുക. ഈ 3 തിയറും ഓക്കെ ആണോ എല്ലാവർക്കും? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഈ തിയറത്തിന്റെ കേസിൽ കണക്റ്റഡും ഡിസ്കണക്റ്റഡ് ഗ്രാഫിന്റെ കേസിൽ നിങ്ങൾ പ്രൂവ് ചെയ്യുക. ദെൻ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് 2 ക്ലാസ്സിൽ കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ആസ്ക്. ഓക്കെ ആണോ? ഇതുവരെയുള്ള എല്ലാ കൺസെപ്റ്റും ഓക്കെ ആണോ? എനി ഡൗട്ട്? സോ ഈ മൊഡ്യൂള് ജസ്റ്റ് ഒരു ഓവർവ്യൂ പറയാം. നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് ദ ഡെഫിനിഷൻ ഓഫ് ഗ്രാഫ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് കുറെ ടേംസ് അല്ലേ, ഡയറക്റ്റഡ് ഗ്രാഫ് ആൻഡ് അൺഡയറക്റ്റഡ് ഗ്രാഫ്, then self loop and parallel edges, simple multi-graph and pseudo-graph, finite and infinite graph, bipartite graph, complete bipartite graph, then incident and adjacent edges, the vertices, then very very important degree of vertex, isolated vertex and pendant vertex, edge in series, null graph, regular graph, and complete graph. Then നിങ്ങൾ നെക്സ്റ്റ് പഠിച്ചത് അപ്ലിക്കേഷൻ ഓഫ് ഗ്രാഫ് തിയറി, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്തൊക്കെയായിരുന്നു? കോണിക്സ്ബർഗ് ബ്രിഡ്ജ് പ്രോബ്ലം, യൂട്ടിലിറ്റീസ് പ്രോബ്ലം, then seating problem, then next electrical network problem. Okay. Then first തിയറം പഠിച്ചു നിങ്ങൾ, ഫണ്ടമെന്റൽ തിയറം ഓഫ് ഗ്രാഫ് തിയറി. ഇതിന്റെ ബേസ് ചെയ്ത് കുറെ പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. Then next കവർ ചെയ്ത ടോപ്പിക് ആയിരുന്നു ഐസോമോർഫിസം, ആൻഡ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാ യൂണിവേഴ്സിറ്റി എക്സാമിനും ഇതിന്റെ ബേസിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് സബ്ഗ്രാഫ്, എഡ്ജ് ഡിസ്ജോയിന്റ് സബ്ഗ്രാഫ്സ്, വെർട്ടെക്സ് ഡിസ്ജോയിന്റ് സബ്ഗ്രാഫ്സ്. ദെൻ കുറച്ച് ടേംസ് അല്ലേ, വോക്ക്, ക്ലോസ്ഡ് വോക്ക്, ഓപ്പൺ വോക്ക്,
path and circuit and connected graph and disconnected graph. And കുറച്ച് തിയറംസ്. ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് മൊഡ്യൂളിൽ ടോപ്പിക്സ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് attendance please. ആശിഷ് Present.